കേരളത്തിൽ ഇനി ബി.ജെ.പിയെ നയിക്കുക മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ തീരുമാനിച്ചത്. കേന്ദ്ര നേതൃത്വവും മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ്. ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റാകാൻ താൽപ്പര്യമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ യുവാക്കൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാട് എടുക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി.ജെ.പി നേതാവെന്ന പ്രത്യേകതയുമുണ്ട്. 2ാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്ദ ബിരുദവുമാണ്. വ്യോമസേന ഉദ്യോഗസ്ഥനായ A.K. ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നത്. തൃശൂർ കൊണ്ടുയൂരിലാണ് അമ്മ വീട്. ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി 1994 BPL-ലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനായി. 2006 മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. 2021 കേന്ദ്ര സഹമന്ത്രിയായി. കേരള NDAയുടെ വൈസ് ചെയർമാനായിരുന്നു.